ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. നമുക്ക് സാധാരണ ചില കോളുകളെല്ലാം വരാം. ഈ ഒരു കോളെല്ലാം തന്നെ ഫ്രോഡ് കോൾസ് ആണോ, ഇനി ചില ഇമെയിലുകൾ അല്ലെങ്കിൽ ചില സോഷ്യൽ മീഡിയ അക്കൗണ്ട് എല്ലാം നിങ്ങൾക്ക് മെസ്സേജ് എല്ലാം വന്നിട്ടുണ്ടാകാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതെല്ലാം ഫ്രോഡാണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒരു ഇൻഫർമേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനാൽ തന്നെ അവർക്കും ഇത്തരത്തിൽ എന്തെങ്കിലും കോളെല്ലാം വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രോഡായ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പർ എല്ലാം തന്ന് അതിലേക്ക് പണമിടപാടെല്ലാം നടത്തുന്നതിന് ആവശ്യപ്പെടുമ്പോഴെല്ലാം ഇതെല്ലാം ഫേക്ക് ആണോ അല്ലെങ്കിൽ ഫ്രോഡാണോ എന്നെല്ലാം അറിയുന്നതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിനെ കുറിച്ചാണ് പറയുന്നത്. തീർച്ചയായും ഇത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് cybercrime.gov.in എന്ന ഈ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം ലഭിക്കുന്നുണ്ട്. ഇവിടെ റിപ്പോർട്ട് ആൻഡ് ചെക്ക് സസ്പെക്റ്റ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം സസ്പെക്റ്റ് എന്ന ഓപ്ഷനിൽ പോയാൽ ചെക്ക് സസ്പെക്റ്റ് മൊബൈൽ, ഇമെയിൽ എക്സെട്ര എന്ന് വന്നിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ മൊബൈൽ എന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മൊബൈൽ നമ്പർ നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഡൗട്ട് എല്ലാം ഉള്ളവരുടെ ഈ ഒരു നമ്പറെല്ലാം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ക്യാപ്ച കോഡ് കൂടി ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം സെർച്ച് എന്ന് കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ നേരത്തെ ക്രൈം എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പേഴ്സ് എല്ലാം തന്നെ ഈ ഒരു ഡാറ്റാ ബേസിലെല്ലാം തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ നേരത്തെ ഇങ്ങനെ എന്തെങ്കിലും വന്നിട്ടുള്ള അവരുടെ മൊബൈൽ നമ്പർ എല്ലാം ആണെങ്കിൽ അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ആക്സസ് ചെയ്യാനെല്ലാം സാധിക്കും. അതായത് ഇതൊരു ഫ്രോഡ് നമ്പറാണ്. ഈ ഒരു നമ്പർ യൂസ് ചെയ്ത് നേരത്തെയും ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം വന്നിട്ടുണ്ട് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെയാണ് ഇമെയിലിൻ്റെ കാര്യവും. ഇമെയിൽ എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ഈ ക്യാപ്ച കോഡെല്ലാം എൻ്റർ ചെയ്ത് ഇത് സെർച്ച് ചെയ്യാം. അതുപോലെ ബാങ്ക് അക്കൗണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഈ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പറെല്ലാം എൻ്റർ ചെയ്ത് ഇതിലും ഇതുപോലെ ഫ്രോഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് എല്ലാം ആണെങ്കിൽ അതെല്ലാം നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഇനി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ ഇതിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ഇത് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ നൽകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ആണെങ്കിൽ നേരത്തെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന കുറേ ഇൻഫർമേഷൻ എല്ലാമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ഇത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. കുറേ അധികം പേർക്ക് അവർക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് എല്ലാം സംഭവിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഈ ഒരു ചെക്കിംഗ് എല്ലാം നടത്തുന്നതെല്ലാം എന്തായാലും അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കും. അപ്പോൾ തീർച്ചയായും ഇത് യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ ഈ ഇൻഫർമേഷൻ തീർച്ചയായും ഒരു 10 ആൾക്കെങ്കിലും ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. കാരണം ഇങ്ങനെ ഫ്രോഡ് ആക്ടിവിറ്റി മൂലം ഒരുപാട് പേർക്ക് അവരുടെ പണം അല്ലെങ്കിൽ അവരുടെ പലവിധ പ്രശ്നങ്ങളിലെല്ലാം അവർ ചെന്ന് ചാടുന്നുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു സൈറ്റ് എല്ലാം ഒരു പരിധിവരെ നമുക്ക് ഇതിൽ നിന്നും ഗുണം ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്